നമസ്കാരം. ദക്ഷിണ കാശിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടിയൂരിലേക്ക് പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് അക്കരെ കൊട്ടിയൂർ എവിടേക്കാണ് ദർശനം നടത്തേണ്ടത്, എങ്ങനെയാണ് ദർശനം നടത്തേണ്ടത് എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ബാവലിപ്പുഴ കടന്ന് അക്കരയ്ക്ക് എത്തുമ്പോഴാണ് അക്കരെ കൊട്ടിയൂരിലെ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബാവലിപ്പുഴയിൽ കുളിച്ച് ആ ഈറനോട് കൂടി അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്തണമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ബാവലിപ്പുഴയിൽ കുളിച്ചതിന് ശേഷം ആ ഈറനോട് കൂടി നമ്മൾ ചെല്ലുന്നത് തിരുവഞ്ചിറയിലേക്കായിരിക്കും. അപ്പോൾ ക്യൂ സംവിധാനം വഴിയായിരിക്കും നമ്മൾ അക്കരെ കൊട്ടിയൂരിലേക്ക് തിരുവഞ്ചിറയിലേക്ക് കടക്കുക. ആ തിരുവഞ്ചിറയിൽ നമ്മൾ നേരെ ചെല്ലുന്നത് ആദ്യം ഭഗവാനെ തൊഴാനായിട്ട്, അതായത് മണിത്തറയിൽ സ്വയംഭൂ ആയിട്ടിരിക്കുന്ന ഭഗവാനെ തൊഴുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആദ്യമേ എത്തുക. ആ ക്യൂ സംവിധാനത്തിലൂടെ നമ്മൾ ആദ്യം എത്തുക മണിത്തറയിലേക്കായിരിക്കും. അപ്പോൾ മണിത്തറയിൽ ധ്യാനാവസ്ഥയിലുള്ള ഭഗവാനെ മനസ്സ് നിറഞ്ഞ് തൊഴുത് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ പറയുന്ന തിരുവഞ്ചിറയിലൂടെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് നമ്മൾ വാളറയുടെ മുന്നിലെത്തും. വാളറയുടെ മുന്നിൽ നമുക്ക് തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് നമ്മൾ നേരെ അമ്മാറക്കല്ല്, അവിടെ ഒരു കിടാവിളക്ക്, അതായത് ഭഗവാന്റെ സാന്നിധ്യമായിട്ടുള്ള ഒരു വിളക്ക് കാണാൻ സാധിക്കും ആ ഒരു കല്ലില്. അതിനോടൊപ്പം തന്നെ ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന ദേവിയുടെ വിഗ്രഹവും നമുക്ക് അവിടെ കാണാനായിട്ട്, ശിവേലി വിഗ്രഹവും കാണാനായിട്ട് സാധിക്കും അമ്മാറക്കല്ല്. അപ്പം തിരുവഞ്ചിറയിലുള്ള അമ്മാറക്കല്ലിലും തൊഴുത് നമ്മൾ തിരിഞ്ഞു നോക്കാതെ മടങ്ങണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി കൊട്ടിയൂർ പോകുന്ന സമയത്ത് ഈ 3 സ്ഥലങ്ങൾ, അതായത് മണിത്തറ, അവിടെ ഭഗവാൻ സ്വയംഭൂവായിട്ട് ധ്യാനാവസ്ഥയിൽ സാന്നിധ്യം വരുന്നുണ്ട്. വാളറയിൽ മുതിരേരി വാളുണ്ട്, അതുപോലെ ചപ്പാരം വാളുകളുണ്ട്, ദേവിയുടെയും ഭഗവാന്റെയും ഒക്കെ സാന്നിധ്യം വാളറയിലുണ്ട്. വാളറ തൊഴുക. അതിനുശേഷം അമ്മാറക്കല്ല്, അമ്മ മറഞ്ഞ കല്ല്, സതീദേവി ജീവത്യാഗം ചെയ്ത അമ്മാറക്കല്ലും കണ്ട് തൊഴുത് തിരുവഞ്ചിറ പ്രദക്ഷിണമായിട്ട് പോവുക. ഇതാണ് കൊട്ടിയൂർ സാധാരണയായിട്ട് തൊഴുന്ന രീതി. കൊട്ടിയൂർ പോകുന്ന സമയത്ത് തൊഴുന്നതിനോടൊപ്പം തന്നെ കുറച്ച് സമയം അവിടുത്തെ അന്തരീക്ഷത്തിൽ ഇരിക്കാനും ധ്യാനിക്കാനും ഒക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കഴിയുമെങ്കിൽ ഭഗവാന്റെ ശിവേലി കണ്ടു തൊഴാനും ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.